കർത്താവിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൃപാഭിഷേകത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ വളരെ സ്നേഹപൂർവ്വം താല്പര്യപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവവചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയുവാനും അത് നൂറുമേഴിനി ഫലം പുറപ്പെടുവിക്കുവാനും ഇടയാകാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ നവീകരിക്കുന്ന സമയമാണ് ഈ വചന ശുശ്രൂഷ സമയം. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കേട്ട് ദൈവത്തിന് നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം. എന്നുവെച്ചാൽ വളരെ പ്രധാനപ്പെട്ടൊരു തിരുവചനമാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. എസെക്കിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വചനം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് നീ അവരോട് പറയുക. അവർ ധിക്കാരികളുടെ ഭവനമാണ്, അവർ കേട്ടാലും കേൾക്കാൻ വിസമ്മതിച്ചാലും അവരുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നെന്ന് അവർ അറിയും. മനുഷ്യപുത്ര, നീ അവരെയോ അവരുടെ വാക്കുകളെയോ ഭയപ്പെടേണ്ട. മുള്ളുകളും മുൾച്ചെടികളും നിന്നോടൊപ്പം ഉണ്ടായേക്കാം, തേളുകളുടെ മേൽ നിനക്കിരിക്കേണ്ടി വരാം. എന്നാൽ നീ അവരുടെ വാക്ക് കേട്ട് ഭയപ്പെടുകയോ നോട്ടം കണ്ട് പരിഭ്രമിക്കുകയോ വേണ്ട. കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ്, അവർ കേട്ടാലും ഇല്ലെങ്കിലും എൻ്റെ വാക്കുകൾ നീ അവരോട് പറയണം. കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ്. മനുഷ്യപുത്ര, ഞാൻ നിന്നോട് പറയുന്നത് കേൾക്കുക. ആ ധിക്കാരികളുടെ ഭവനത്തെ പോലെ നീയും ധിക്കാരിയാകരുത്. ഞാൻ നിനക്ക് തരുന്നത് വാ തുറന്ന് ഭക്ഷിക്കും. ഞാൻ നോക്കി, അതാ നീട്ടിയ ഒരു കരവും അതിലൊരു ലേഖന ചുരുളും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് വെച്ചാൽ, ജീവിതത്തിൽ നമ്മൾ കർത്താവിൻ്റെ വചനത്തോട് നമ്മൾ വളരെയധികം നമ്മൾ പ്രതിബദ്ധത ഉണ്ടായിരിക്കണം. പക്ഷേ നമ്മുടെ ദൈവവചനം നമ്മളെല്ലാവരും ഒരുപോലെ ഉൾക്കൊള്ളുന്ന നിർബന്ധമില്ല. അതാണ് ഇവിടെ എസെക്കിയേലിനോട് ദൈവം പറഞ്ഞു വിടും. നീ ദൈവവചനം കൊടുക്കുമ്പോൾ അപ്പോൾ നീ ചെല്ലുന്ന ദേശങ്ങളിലെ ഭവനങ്ങൾ, ആളുകൾ അത് വചനം കേൾക്കുന്ന നിർബന്ധമില്ല. പക്ഷേ നീ ആ വചനം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം. കർത്താവിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന വചനം തന്നെ പറഞ്ഞു അവർ കൊണ്ട് കർത്താവിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന വചനം തന്നെ നീ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം അവർ കേൾക്കുകയോ ഇല്ലയോ അത് മറ്റൊരു കാര്യം. പക്ഷേ അത് ദൈവവചനം, അത് തടസ്സം കൂടാതെ നീ പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം അതിൻ്റെ സമയമാകുമ്പോൾ അത് ഫലം പുറപ്പെടുവിച്ചോളും. അതാണ് ഈ വചനം പറയുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 55-ാമത്തെ അധ്യായത്തിൻ്റെ 10-11 വചനം പറയുന്ന പോലെ, മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും നൽകുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരികയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനവും അങ്ങനെ തന്നെ, അത് ഫലരഹിതമായി തിരിച്ചു വരില്ല. അത് 100% ഫലമുണ്ടാകുമെന്നാണ്. അപ്പോൾ ദൈവവചനം അത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ സുവിശേഷ പ്രസംഗം എന്നുള്ളത് ഒരിക്കലും നിലയ്ക്കരുത്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിലൊക്കെ ദൈവവചനം, നമ്മുടെ വാക്കുകളല്ല, നമ്മുടെ പഠനങ്ങളല്ല, ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് അവിടെ അവർ ധിക്കാരികളുടെ ഭവനമാണ്. നിനക്ക് ചുറ്റും മുള്ളുകളും മുൾച്ചെടികളും ഉണ്ടാകും, തേളുകളുടെ മേൽ ഇരിക്കേണ്ടി വരും. അപ്പോൾ അതെല്ലാം പറയുമ്പോൾ അന്നത്തെ വചനം പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ദൈവവചനം, ജീവിക്കുന്ന വചനം, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം. ആ വചനം നമ്മളെപ്പോഴും ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കണം. ആ കർത്താവിൻ്റെ പദ്ധതിയാണ്. ദൈവത്തിൻ്റെ വചനം ലോകം മുഴുവനും കർത്താവിൻ്റെ വചനം നിറഞ്ഞിരിക്കുന്നു. അത് ആൾ കേൾക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ്. ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ ദൈവഹിതമാണ് സുവിശേഷ പ്രഘോഷണം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലെപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 40-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള വചനം പറയും. വീണ്ടും സ്വരമുയർന്നു ഉദ്ഘോഷിക്കാം. ഞാൻ ആരാഞ്ഞു, ഞാൻ എന്തുദ്ഘോഷിക്കണം? ജഡം തൃണം മാത്രം, അതിൻ്റെ സൗന്ദര്യം വയലിലെ പുഷ്പം പോലെ ക്ഷണിക്കുകയും. കർത്താവിൻ്റെ ശ്വാസം ഏൽക്കുമ്പോൾ പുല്ല് കരിയുകയും പുഷ്പം വാടിപ്പോവുകയും ചെയ്യുന്നു. മനുഷ്യൻ പുല്ല് മാത്രം, പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്ക് നിലനിൽക്കുന്നു. സദ്വാർത്തിയുമായി വരുന്ന സിയോനെ, ഉയർന്ന മലയിൽ കയറി ശക്തിയോടെ സ്വരമുയർത്തി പറയുക. സദ്വാർത്തിയുമായി വരുന്ന ജെറുസലേമേ, നിർഭയം വിളിച്ചു പറയുക. യൂദായുടെ പട്ടണങ്ങളോട് പറയുക, ഇതാ നിങ്ങളുടെ ദൈവം, ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വാഴുന്നു. അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു. സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട്, പ്രതിഫലവും അവിടുത്തെ മുമ്പിൽ ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഈ വചനം, ദൈവവചനം, അത് ജീവനുള്ള വചനം. അവിടെ പറയുന്നുണ്ട്, മനുഷ്യൻ പുല്ല് മാത്രം, പുല്ല് കരിയുന്നു, പുഷ്പം പാടുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്ക് നിലനിൽക്കുന്നു. അപ്പോൾ ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഹൃദയം സ്വീകരിക്കണം. അപ്പോൾ ആ വചനത്തോട് നമ്മൾ കാണിക്കുന്ന പ്രതിബദ്ധത, ബന്ധം, സ്നേഹം, ഐക്യം, അപ്പം അത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആ വചനത്തിൽ നമ്മൾ അണുവിട വ്യതിചലിക്കാൻ പാടില്ല. അണുവിട വ്യതിചലിക്കുക. അപ്പോൾ ആ വചനം ഹൃദയത്തിൽ സ്വീകരിക്കുവാനും നുറുമേന് ഫലം പുറപ്പെടുവിക്കാൻ നമ്മൾ തയ്യാറാണ്. ലൂക്കാ 2:19-51 വചനം പറയും, പരിശുദ്ധ മറിയമാകട്ടെ വചനം കേൾക്കുന്നു. അപ്പോൾ വചനം വരുമ്പോൾ അത് വചനം കേൾക്കുന്ന ജീവിതങ്ങളാണ്. ദൈവവചനം കേട്ടെങ്കിൽ മാത്രമേ നമ്മളിൽ രൂപാന്തരീകരണവും സൗഖ്യവും വിടുതലും ഒക്കെ സംഭവിക്കുള്ളൂ. രൂപാന്തരീകരണവും സൗഖ്യവും വിടുതലും മുഴുവൻ സംഭവിക്കുള്ളൂ.
വീണ്ടും തിരുവചനം പറയാം. യാക്കോബ് ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വചനം, 22 മുതൽ 25 വരെ. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്നു, ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരുമായിരിക്കും. വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശനാണ്. അവൻ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു, തന്നെ എങ്ങനെ ഇരിക്കുന്നുവെന്ന് ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്തു. കേട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ്. പൂർണ്ണമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. തൻ്റെ പ്രവർത്തികളിൽ അവൻ അനുഗ്രഹീതനാണ്. ഇപ്പം വചനം കേൾക്കുക മാത്രമല്ല, കേട്ടിട്ട് അത് സ്വീകരിക്കുന്നവരായിട്ട് മാറും ദൈവവചനം. അപ്പം അത് സ്വീകരിച്ചാലേ അതിൻ്റെ കൃപകൾ കിട്ടുകയുള്ളൂ. അല്ല വചനം കേൾക്കാൻ വേണ്ടി ആരും നിൽക്കേണ്ട കാര്യമില്ല. ദൈവവചനം അത് ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് കേട്ടാൽ മാത്രമേ അവിടെ അത്ഭുതമോ അടയാളമോ സൗഖ്യമോ വിടുതലോ ഒക്കെ സംഭവിക്കുള്ളൂ. അപ്പോൾ ഇന്ന് ദൈവവചനം നമ്മൾ കേൾക്കുക. അപ്പോൾ അത് വളരെ ഗൗരവമാണ്. അപ്പോൾ ഈ വചനത്തിനെതിരെ വരുന്ന തിന്മ, അത് നമുക്ക് ഈശോ വചനം കൊടുക്കുമ്പോൾ ഈശോ വചനം കൊടുക്കുമ്പോൾ വചനം സ്വീകരിക്കുന്ന ഹൃദയങ്ങളുണ്ട്. അതാണ് ഈശോ 4 തരത്തിലുള്ള നിലങ്ങളുണ്ട്. ദൈവവചനം കേൾക്കുന്നത് 4 നിലത്തിൽ. ഒന്നാമത് വഴിയരിയിൽ കിടക്കുന്ന വിത്ത്. അപ്പോൾ അത് കേൾക്കുന്നുണ്ടെങ്കിലും അത് കേൾക്കുന്നില്ല. അപ്പം അതുമായിട്ട് ബന്ധമില്ല, സ്വന്തമാക്കുന്നില്ല. ദൈവവചനം ആ മണ്ണ് ദൈവവചനം സ്വന്തമാക്കുന്നില്ല. അതാണ് ലൂക്കാ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനം മുതൽ 15-ാമത്തെ വചനം വരെ. ചിലർ വചനം ശ്രവിച്ചെങ്കിൽ അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാച് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. അപ്പോൾ പിശാച് വന്നിട്ട് അത് പിശാചാണ് വചനം എടുത്ത് കളയുന്നത്. നമ്മളിലൊക്കെ പിശാചുക്കൾ വരും, ദുഷ്ടാരൂപികൾ ദൈവവചനം എടുത്ത് കളയും. ദൈവത്തിനെ എടുത്ത് കളയുന്നൊരു സംഭവമുണ്ട്. അത് ദുഷ്ടാരൂപിയുടെ പ്രവർത്തനമാണ്. ആ ദുഷ്ടാരൂപി നമ്മളിൽ പ്രവർത്തിക്കുന്നതാണ്. സമൂഹത്തിലും കുടുംബത്തിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ദുഷ്ടാരൂപി പ്രവർത്തിക്കുമ്പോഴാണ് വചനമെടുത്ത് കളയും. ഇപ്പോൾ 4 തരം നിലങ്ങളുണ്ട് അവിടെ. അപ്പോൾ ഒന്നാമത് വഴിയരിയിൽ കിടക്കുന്നത്. അപ്പോൾ അതിങ്ങനെ വെറുതെ അത് കേൾക്കുന്ന മാത്രമേ ഉള്ളൂ. കേൾക്കുന്നല്ലാതെ അവൻ്റെ ചെവിയിലോട്ട് പോലും അത് കയറുന്നില്ല, മനസ്സിലോട്ട് കയറുന്നില്ല, കണ്ണിൽ ഹൃദയം സ്വീകരിക്കുന്നില്ല. അപ്പോൾ അത് എത്ര വർഷം കഴിഞ്ഞാലും അത് ആ വചനം മാറിക്കിടക്കുകയാണ്. അപ്പം അവൻ സ്വീകരിക്കുന്നില്ല, ആ മണ്ണ് സ്വീകരിച്ചിട്ടില്ല. അപ്പം ആ മണ്ണ് സ്വീകരിച്ചിട്ടില്ലാത്തതുകൊണ്ട് അത് പക്ഷി വന്നിട്ട് അത് കൊത്തിക്കൊണ്ട് പോകുന്നത് കാണാൻ പറ്റും. അത് നിലനിൽക്കത്തില്ല. രണ്ടാമത് പക്ഷേ ദൈവം വചനം കൊടുക്കണം. ദൈവത്തിൻ്റെ നീതിയാണ് സകലരോടും സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്. ദൈവത്തിൻ്റെ അനന്ത നീതിയാണ് സകലർക്കും വചനം കൊടുക്കുക എന്നുള്ളത്. സകലർക്കും ദൈവം വചനം അത് സ്വീകരിക്കുക അത് വേറെ കാര്യം. പക്ഷേ എല്ലാവരോടും വചനം കൊടുക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ അനന്തമായ നീതിയാണ്. സത്യത്തിൻ്റെ മാർഗ്ഗം ദൈവം പറഞ്ഞു കൊടുക്കും. യോഹന്നാൻ 17-ാമത്തെ വചനം, അവരെ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. അവിടെ ദൈവവചനമാണ് സത്യം. അപ്പോൾ വചനം എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടുത്ത വചനം പറയാം, പാറയിൽ വീണ വിത്ത്. വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്. എങ്കിലും അവർക്ക് വേരുകളില്ല. അവർ കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു, എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണ് പോകുന്നു. പ്രിയപ്പെട്ട മക്കൾ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ പാറമേൽ വീണ വിത്ത്. അപ്പോൾ അത് ചിലർ ഹൃദയത്തിൽ അവർ സ്വീകരിക്കുന്നു, പക്ഷേ അവരുടെ ഹൃദയ പാറയുണ്ട്. അപ്പോൾ അതായത് അവരത് സ്വീകരിക്കുന്നെങ്കിലും അവർ ജീവിതത്തിൽ ഒരു മാനസാന്തരത്തിനും തയ്യാറല്ല. അവർ വേണമെങ്കിൽ ഇഷ്ടംപോലെ പുസ്തകങ്ങൾ വായിക്കുന്നു, ബൈബിൾ പഠിക്കുന്നു, വായിക്കുന്നു, എല്ലാം വന്നു ടെലിവിഷൻ കാണുന്നു, ശുശ്രൂഷകൾ കാണുന്നു, നല്ല ശുശ്രൂഷകളൊക്കെ കേൾക്കും, കാണുന്നു. പക്ഷേ അത് സ്വീകരിക്കുന്നില്ല. എല്ലായിടത്തും അവരുണ്ട്, അവരെല്ലായിടത്തും ഉണ്ട്. പക്ഷെ അവർ സ്വീകരിക്കുമ്പോൾ അത് ഹൃദയത്തിൽ അവർ സ്വീകരിക്കുമ്പോൾ ആ മാനസാന്തരം ഉണ്ടാകുന്നുണ്ട്. മാനസാന്തരത്തിലേക്ക് അവർ നയിക്കുന്നില്ല. അവർ കേൾക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, സ്വീകരിക്കുന്നില്ല. അവിടെ അതാണ് സ്വീകരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് ആ വിത്തും കൂടെ അപ്പോൾ ആ വചനം കരിഞ്ഞു പോയി. മറ്റേതാണ് വചനം അത് വല്ല മൃഗങ്ങൾക്കും അത് മറ്റുള്ളവർക്കെങ്കിലും ഉപകാരപ്രദമായെങ്കിൽ ഇതിവിടെ ആർക്കും ഉപകാരം ഉണ്ടാകുന്നില്ല. എന്ന് വെച്ചാൽ ഇവന് പോലും അത് ഉപകാരപ്പെടുന്നത് അത് സ്വീകരിക്കുന്നത് കരിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നത്. ആ ദൈവവചനം അവനെ ഇല്ലാതാക്കുക. കാരണം അതാണ് മാനസാന്തരപ്പെടാത്ത കഠിന ഹൃദയത്തിലേക്ക് ദൈവവചനം വേര് പിടിക്കുന്നില്ല, അതവിടെ കരിഞ്ഞു പോകും. 3-ാമത്തെ വചനം പറയുന്നുണ്ട്, അവർ കുറേ നാളത്തേക്ക് വീണു, എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണു പോകുന്നു. 3-ാമത്തേത് മുള്ളുകളിടയിൽ വീണത്. വചനം കേൾക്കുന്നെങ്കിലും ജീവിതക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കിക്കളയുന്നുകൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തവരാണ്. മുള്ളുകളുടെ ഇടയിൽ വീണത്, വചനം കേൾക്കുന്നെങ്കിലും ജീവിതക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കിക്കളയുന്നുകൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തവരാണ്. ഇപ്പം ഇപ്പം ചില മുള്ളുകളിടയില്ല. അപ്പം മുള്ളുകൾ അവിടെ സമ്പത്ത്, അവർ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ സമ്പത്ത് അല്ലെങ്കിൽ ജീവിത ക്ലേശങ്ങൾ, സുഖഭോഗങ്ങൾ എന്നിവ അവരുണ്ട്, അവർ കളയുന്നില്ല. അപ്പം അവരും വചനവും ഇതും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുകയാണ്. ചില അങ്ങനെയാണ്, വചനവും ജീവിത ക്ലേശം, സുഖങ്ങൾ, സമ്പത്ത് എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകും. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലും ഈ ദൈവവചനം വേര് പിടിക്കത്തില്ല. ആ വചനം ഇല്ലാതെ ഇപ്പോൾ അത് ഞെരുക്കിക്കളയുന്നു, അത് വളരില്ല. അവൻ കാണും, ബൈബിള് കാണും, വചനമൊക്കെ കാണും, പക്ഷെ കണച്ചാൽ ഇവന് സുഖഭോഗങ്ങളാണ്. അവൻ പോകാനിടയ്ക്ക് അവന് വൃത്തികെട്ട പണികൾക്കൊക്കെ പോകും, തിന്മകൾക്ക് പോകും, പാപം ചെയ്യാൻ പോകും. അപ്പോൾ ഈ വചനം അവരിൽ വേര് പിടിക്കില്ല.
ആ വചനം അവർ നശിപ്പിച്ച് കളയുന്ന കാണാൻ പറ്റും. ഇപ്പോൾ ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തെ നശിപ്പിച്ച് കളയുന്ന കാണാൻ പറ്റും. അത് അവരിലെ സ്വഭാവ ദൂഷ്യങ്ങളാണ്. ചില സ്വഭാവ ദൂഷ്യങ്ങളുള്ളവരിൽ ദൈവവചനത്തിന് വേര് പിടിക്കാനാവില്ല, ദൈവവചനത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. പലരും സ്വഭാവദൂഷ്യങ്ങളാണ് അവരുടെ ആത്മീയ നാശത്തിന് തന്നെ കാരണം. അവർ ദൈവവചനം കേട്ടാൽ അവർ രക്ഷപ്പെടാത്തതിന് കാരണം അവർ ചില സ്വഭാവദൂഷ്യങ്ങൾ, നിരാശ, കുറ്റബോധം, ഭയം, കോപം, അഹന്ത, അഹങ്കാരം, അസൂയ എന്നുള്ള തിന്മയുടെ സ്വാധീനം അവരിലുള്ളതുകൊണ്ട് ആ സ്വഭാവദൂഷ്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് അവർ കയ്യിൽ അനുഗ്രഹം വന്നാലും ആ അനുഗ്രഹം അവർക്ക് സ്വന്തമാക്കാൻ പറ്റില്ല, ആ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുന്നത് കാണാൻ പറ്റും. മൂന്നാമത് കണ്ടുമുട്ടുന്ന അടുത്ത വചനം പറയുന്നുണ്ട്, അതായത് ലൂക്കാ സുവിശേഷം 8:15, നല്ല നിലത്ത് വീണതോ. വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നതാണ്. ഇപ്പം നല്ല നിലം എന്ന് പറഞ്ഞാൽ, നല്ല നിലം അത് വിശുദ്ധമായ നിലം, കൃപയുടെ നിലം, പ്രാർത്ഥനയുടെ നിലം, ദൈവാനുഗ്രഹത്തിൻ്റെ നിലങ്ങളാണ്. അപ്പം അവിടെ അത് 100 ഫലം പുറപ്പെടുവിക്കുന്ന നിലങ്ങളായിട്ട് അത് മാറുകയാണ്. 100 ഫലം പുറപ്പെടുവിക്കുന്നു, ഒരു അനുഗ്രഹമായിട്ട് മാറുന്ന, അഭിഷേകമായിട്ട് മാറുന്നത് കാണാൻ പറ്റും. അപ്പം അത് നല്ല നിലമെന്ന്, അപ്പം നിലമെന്നുള്ളത് ചില സ്വഭാവം, അതുകൊണ്ട് നിലം നല്ലതായിരിക്കണം. നിലത്ത് അതായത് എളിമയുള്ള ഹൃദയം, അതാണ് യെസ് 66, ആത്മാവിൽ എളിമയും അനുതാപവും, അതാണ് നല്ല നിലം. ആ എളിമയും വേണം, അനുതാപം വേണം. അല്ലാതെ ജെറമ്യ 50 അഹങ്കാരത്തിൻ്റെ നിലത്ത് ഈ വചനങ്ങളൊന്നും, വചനം കേൾക്കും പക്ഷെ അത് ഫലം പുറപ്പെടുവിക്കില്ല. സഭയെ നോക്കൂ, വിശുദ്ധാത്മാക്കൾ നോക്കൂ, അവരുടെ നിലങ്ങൾ നല്ലതായിരുന്നു. അതുകൊണ്ടാണ് അവർ നിലം നല്ലതാക്കി മാറ്റിയവർ, നല്ല നിലമാക്കി അവരുടെ ഹൃദയത്തെ അവർ രൂപാന്തരപ്പെടുത്തി. അതുകൊണ്ട് അവിടെ 100 ഫലങ്ങൾ ഉണ്ടാകാൻ കാരണമായി തീർന്നു. ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള തിരുവചനം അച്ഛൻ വായിക്കുകയാണ്. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇസ്രായേലിൽ നിന്ന് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരിക, എൻ്റെ സന്നിധിയിൽ നിന്ന് മ്ലേച്ഛത നീക്കിക്കളയുകയും വഴിതെറ്റി പോകാതിരിക്കുകയും ജീവിക്കുന്നവനായ കർത്താവിൻ്റെ നാമത്തിൽ പരമാർത്ഥമായ നീതിയായും സത്യസന്ധമായ ശപഥം ചെയ്യുകയും ചെയ്താൽ ജനതകൾ പരസ്പരം അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കും. കർത്താവിലായിരിക്കും അവിടുത്തെ മഹത്വം. യൂദയായിലെയും ജെറുസലേമിലെയും നിവാസികളോട് കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ തരിശുഭൂമി ഉഴുതുമറിക്കുവിൻ, മുള്ളുകൾക്കിടയിൽ വിത്ത് വിതയ്ക്കരുത്. നിങ്ങളുടെ തരിശുഭൂമി ഉഴുതുമറിക്കുവിൻ, മുള്ളുകൾക്കിടയിൽ വിത്ത് വിതയ്ക്കരുത്. മുള്ളുകൾക്കിടയിൽ, അപ്പോൾ നിങ്ങളുടെ തരിശുഭൂമി ഉഴുതുമറിക്കണം, തീർച്ചയായിട്ടും ഉഴുതുമറിച്ച് അതിലുള്ള തിന്മ ഉഴുതുമറിക്കുമ്പോഴാണ് അത് കാണാൻ പറ്റും. പലതും പുറമേ നോക്കുമ്പോൾ അവിടെ യാതൊരു കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ അവിടെ ദ്രവ്യാഗ്രഹവും അഹന്തയും അഹങ്കാരവും അസൂയയും സ്വാർത്ഥതയും മന്ദതയും അശുദ്ധിയും അലസതയും ഇങ്ങനെ കുറേ സാധനങ്ങൾ കിടപ്പുണ്ട്. അതുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ദൈവവചനം സ്വീകരിക്കുന്നില്ല. അവർ മൂലം പക്ഷേ ദൈവവചനത്തിൻ്റെ വില പോലും കളയും, ദൈവവചനത്തിൻ്റെ മഹത്വം പോലും കളയുന്ന ഇത്തരം ആളുകളാണ്. കാരണം വെച്ചാൽ അവിടെ ഉള്ളിൽ അതൊരു കാപട്യത്തിൻ്റെ ഒരു മൂടുപട ഇട്ടിട്ട് അതിനകത്ത് കിടക്കുകയാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് അവർ നടക്കവരും എല്ലായിടത്തും കാണാം അവരുടെ പ്രവർത്തനം. അപ്പോൾ ദൈവവചനം സ്വീകരിക്കുന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, അപ്പോൾ ഉള്ളു നമ്മൾ ശരിക്കും ശുദ്ധീകരിക്കണം, ജീവിതം നവീകരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ 100 ഫലം അനുഭവിക്കാൻ, സ്വന്തമാക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. അതുകൊണ്ട് വലിയൊരു മാനസാന്തരത്തിലേക്ക് നമ്മൾ കടന്നു വരാൻ വേണ്ടി നമുക്ക് തീരുമാനമെടുക്കാം. അപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ എവിടെയാണ് പ്രശ്നമെന്ന് നമ്മളതിനെ കണ്ടുപിടിച്ചിട്ട് ആ മേഖലയിൽ വലിയൊരു വിടുതലിനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. തീക്ഷ്ണമായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുകയും പരിശ്രമം ഉണ്ടാകും. നമ്മുടെ ഹാർഡ് വർക്ക് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയുടെ പിന്നിൽ എപ്പോഴും നമ്മുടെ ഒരു ഹാർഡ് വർക്ക്, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മളൊക്കെ തകർന്ന് തരിപ്പണമായി പോകും. നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ പലരും കുഴപ്പമാണ്. ദൈവം അനുഗ്രഹങ്ങൾ തരുന്നുണ്ട്, പക്ഷേ പ്രാപിക്കാൻ അറിയത്തില്ല, സ്വന്തമാക്കാൻ അറിയത്തില്ല. ദൈവവചനം കേൾക്കുന്നുണ്ട്, പക്ഷേ സ്വന്തമാക്കാൻ അറിയത്തില്ല. അതാണ് മനുഷ്യൻ്റെ പ്രശ്നം. അതാണ് യാക്കോബ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 10 വരെയുള്ള വചനമുണ്ട്. വളരെ വലിയൊരു വചനം, 6 മുതൽ 10 വരെ. യാക്കോബ് ലേഖനം 4, 6 മുതൽ 10 വരെ ഇങ്ങനെ വചനം ഇങ്ങനെ പറയുന്നത്, അതായത് ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യും. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അഹങ്കാരം എന്ന് വെച്ചാൽ അത് ശരിക്കും അതാണ്. അപ്പോൾ സ്വീകരിക്കാനില്ല. അപ്പോൾ ദൈവത്തിൻ്റെ കൃപകൾ, അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ അറിഞ്ഞുള്ളൂ. പരിശുദ്ധ അമ്മ ദൈവവചനം സ്വന്തമാക്കുന്നത് എങ്ങനെയാണ്? ലൂക്കാ 1:38, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അപ്പോൾ അമ്മ വചനത്തിന് മുമ്പ് ദാസിയായി നിൽക്കുന്നുണ്ട്. ആ വചനം അമ്മയിലേക്ക് ഇറങ്ങുന്നതും ആ 100 ഫലം പുറപ്പെടുവിക്കുന്നതിൻ്റെ കാരണം അതാണ്. ദൈവവചനം സ്വീകരിക്കുന്ന സംഭവമാണ്. അപ്പം അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്, അഭിഷേകത്തിന് സമയമാണ്. അപ്പം ഇവിടെ നമ്മുടെ ഹൃദയത്തിൽ, ജീവിതത്തിൽ വലിയ ചേഞ്ചുകൾ, മാറ്റങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ വചനം കേൾക്കാൻ, സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. അല്ലാതെ നമ്മൾ പോയാൽ ഒരിക്കലും നമുക്ക് ആ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വന്തമാക്കാനും അനുഭവിക്കാനും നേടിയെടുക്കാനും നമുക്ക് പറ്റുകയില്ല. നമുക്ക് ആ അഭിഷേകം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഒരു നിമിഷം കർത്താവിനെ സ്തുതിക്കാം. ഈ നിമിഷത്തിൽ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് വചനം കേൾക്കാനുള്ള വഴികൾ പറഞ്ഞിട്ട് ആ കൃപയെ സ്വന്തമാക്കാനുള്ള വഴികൾ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന.
ആരാധന, യേശുവെ നന്ദി, യേശു ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശു ആരാധന, യേശു ആരാധന. റോമാലേഖനം 12, 1, 2, 3 വചനമുണ്ട്. ആകയാൽ സഹോദരങ്ങൾ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങൾ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി സമർപ്പിക്കുവാൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിന് നവീകരണം വഴി നിങ്ങൾ രൂപാന്തരപ്പെടും. അപ്പോൾ ആ രൂപാന്തരങ്ങളില്ല നടക്കില്ല. അപ്പോൾ ദൈവവചനം സ്വീകരിച്ചാൽ മതി. ദൈവവചനം സ്വീകരിക്കുന്നതിൻ്റെ തടസ്സമായത് നമ്മളിൽ പ്രവർത്തിക്കുന്ന സാത്താൻ്റെ ശക്തി. അത് പലതരത്തിൽ പ്രവർത്തിക്കും. അത് പലതരത്തിൽ സാത്താൻ്റെ അരൂപികൾ. അതിന് കാരണം നമ്മൾ ദൈവവചനം കേൾക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവവചനം സ്വന്തമാക്കുന്നില്ല. വീണ്ടും അച്ഛനത് വചനം ആവർത്തിക്കുക. അതായത് വഴിയരികിൽ വീണ വിത്ത്. വചനം കേൾക്കുന്നെങ്കിൽ അവൻ കേൾക്കുന്നില്ല, അവനെ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ടത് അവന് ആ മണ്ണിൽ അത് ഇറങ്ങാതെ അത് സ്വീകരിക്കുക. അത് കിടപ്പുണ്ട്. അവൻ്റെ ജീവിതത്തിൽ ഇഷ്ടംപോലെ വചനങ്ങൾ ഇങ്ങനെ കുന്നുകൂട്ട് ധ്യാനകേന്ദ്രങ്ങൾ അവൻ കയറി ഇറങ്ങും. അവിടെ മുഴുവനും വചനം കേട്ടിട്ട് അതിങ്ങനെ പുസ്തകത്തിലും ബൈബിളിലും എല്ലാത്തിടത്തും എഴുതി വെച്ചിട്ടുണ്ട്, നിറഞ്ഞു കിടപ്പുണ്ട്. പക്ഷേ ഒരെണ്ണം അതാണ്, അത് വല്ലവരും എടുത്തുകൊണ്ട് പോകും. അത് വല്ല പക്ഷിക്കും ഉപയോഗപ്പെടുകയുള്ളൂ, അല്ലാതെ ആർക്കും അത് ഉപകാരപ്രദം, വല്ല പക്ഷികൾക്കും വന്യജീവികൾക്കൊക്കെ അത് ഉപകാരപ്രദമുള്ളൂ, അല്ല ഇവന് ഉപകാരപ്രദമാകത്തില്ല. ദൈവം ചിലരെ അനുഗ്രഹിച്ചാൽ ആ അനുഗ്രഹം മേടിക്കാനോ സ്വന്തമാക്കാനോ അവന് പറ്റില്ല. കാരണം അവൻ്റെ സ്വഭാവദൂഷ്യം, അത് ചില മനസ്സിൻ്റെ സ്വഭാവ ദൂഷ്യമാണ്. അവിശ്വാസത്തിൻ്റെ സ്വഭാവം, അഹങ്കാരത്തിൻ്റെ സ്വഭാവം. അതുകൊണ്ട് ഈ വചനം സ്വീകരിക്കാൻ പറ്റുന്നില്ല. രണ്ടാമത് നമ്മൾ കണ്ടുമുട്ടുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് പാറമേൽ വീണ വിത്ത്. അത് മറ്റൊന്നുമല്ല. അപ്പം അത് സ്വീകരിക്കുന്ന പോലെ കാണിക്കും, സ്വീകരിക്കുന്നുണ്ടോ, പക്ഷേ അതെല്ലാം മേടിച്ച് കുറച്ച്. അപ്പോൾ അത് അവിടെ അവർ മാനസാന്തരപ്പെടുന്നില്ല. അപ്പോൾ ഈ വചനം വേര് പിടിക്കണമെങ്കിൽ വചനത്തിന് നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കണം. നമ്മൾ സ്വീകരിക്കണം. അത് അംഗീകരിക്കാതെ എങ്ങനെ പറ്റുന്നത്? അല്ലെങ്കിൽ ഇത് നമ്മുടെ ഉള്ളിൽ അംഗീകരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പാറയാണ്, കഠിനമായ ഹൃദയമാണ്. കഠിനമായ ഹൃദയം വരുമ്പോൾ അവിടെ നമുക്കുള്ള അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ വചനം വന്നാലും ആ വചനത്തിന് അവനിൽ വളരാൻ പറ്റില്ല. അവനെ സ്വീകരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും, പക്ഷേ അത് അവനിൽ നിറഞ്ഞിട്ട്. കാരണം അത് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണ്ട. അവൻ നിലമെന്നുള്ള കാര്യം വളരെ പ്രധാനം. അപ്പോൾ നിലം നല്ലതാണെങ്കിൽ നിലം നല്ലതാകുക, നമ്മുടെ ജീവിതം നല്ലതായിട്ട് തീരുക. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ മൂന്നാമത്തെ മുള്ളുകൾക്കിടയിൽ വീണുവെത്തും. സ്വഭാവം മാറിയിട്ടില്ല. സ്വഭാവം മാറ്റാതെ ദൈവവചനവുമായിട്ട് യാത്ര ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ ചില സ്വഭാവ വക്രത, വഞ്ചന, ചതി, അഹങ്കാരം, അഹന്ത, പാരമ്പര്യമായ ബന്ധനങ്ങൾ, ഇത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം നമുക്ക് ദൈവകൃപയിൽ നമുക്ക് നിൽക്കുവാനോ മുന്നോട്ട് പോകാനോ ഒരിക്കലും സാധ്യമല്ല. അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമുക്ക് വളരെയധികം എളുപ്പപ്പെടാൻ പ്രാർത്ഥിക്കാം, നല്ല നിലം കിട്ടാൻ പ്രാർത്ഥിക്കുക. ഇന്ന് നമുക്ക് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതാണ് ഈ കൃപകൾ വരാത്ത, കൃപകളെല്ലാം അത്ഭുതങ്ങളും രോഗശാന്തികളൊക്കെ കിട്ടിയാലും അത് വാങ്ങാൻ പറ്റത്തില്ലാത്ത ആൾക്കാരുണ്ട്. കൊടുത്താലും സ്വീകരിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം അവൻ്റെ മനസ്സ്, അവൻ്റെ ഹൃദയം അത് ശരിയല്ല. അവന് പാപത്തിന് തിന്മയ്ക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന മനസ്സ്, ഹൃദയമാണ്. അപ്പോൾ അതിനത് സ്വീകരിക്കാൻ തയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളിൽ വലിയൊരു മാനസാന്തരം, നവീകരണം, വ്യത്യാസം സംഭവിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. പൈശാചിക പീഡകൾ, ബന്ധനങ്ങൾ, രോഗങ്ങൾ, അസ്വസ്ഥതകൾ മുഴുവൻ മാറിപ്പോട്ടെ. ഈ സമയത്ത്, ഈ ആരാധന സമയത്ത്, സൗഖ്യത്തിൻ്റെ പ്രാർത്ഥന ആരാധന നടക്കുന്ന സമയത്ത് കർത്താവ് എല്ലാ മക്കളെയും സ്പർശിക്കുന്ന വലിയ ഒരു അനുഭവം ഉണ്ടാകട്ടെ, വലിയ ഇടപെടലുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ മഹത്വം എല്ലാ മക്കളും ഇറങ്ങട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും വിടുതൽ ലഭിക്കട്ടെ. ഡെലിവറൻസ്, ഹീലിംഗ് നടക്കട്ടെ. തകർന്ന മക്കൾക്കെല്ലാം ഈശോ കടന്നു വരുന്ന അനുഭവം ഉണ്ടാകട്ടെ. നമ്മുടെ ദൈവം കരുണയാണ്, സ്നേഹമാണ്. ആ സ്നേഹം എല്ലാ ഹൃദയം കൊടുക്കട്ടെ. നിന്നെ ആർക്കും വേണ്ടായിരിക്കാം. നിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിനക്കുണ്ടാകാം. ഒരുപാട് മനസ്സിനൊരു ഭാരം കാണുമായിരിക്കും. തളർന്ന ജീവിതമായിരിക്കാം. ഉറങ്ങാൻ പറ്റാത്ത രാത്രികളായിരിക്കാം. ചിന്തിക്കുമ്പോൾ നാളത്തെ ഓർത്ത് വളരെയധികം നീ ആകുലപ്പെട്ടാണ് ഇരിക്കുന്നത്. എന്നെ ആര് സഹായിക്കുമെന്ന് നീ സ്വയം പറയുന്നുണ്ടാകാം. ഈ സമയത്ത് കർത്താവിൻ്റെ കൈകളിലേക്ക് നിന്റെ ജീവിതം മുഴുവൻ കൊടുക്കണം. സങ്കീർത്തനം 70:1-5 വരെയുള്ള വചനം പറയുന്നു, ദൈവമേ എന്നെ മോചിപ്പിക്കാൻ ദൈവത്തെ വന്നണമേ. കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ. എൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തനാകട്ടെ. എനിക്ക് ദ്രോഹം ആലോചിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ. ഹാഹാ എന്ന് എന്നെ പരിഹസിച്ച് പറയുന്നവർ ലജ്ജ കൊണ്ട് സ്തബ്ധരാകട്ടെ. അങ്ങേ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ. അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണെന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്. ദൈവമേ എൻ്റെ അടുത്ത് വേഗം വരണമേ. അങ്ങ് എൻ്റെ സഹായവും വിമോചകനുമാണ്. കർത്താവേ വൈകരുതേ, കർത്താവേ വൈകരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് നമുക്ക് ആരാധിക്കാം. ആരാധനയിൽ
നായകനെ അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധനയിൽ നായകനെ അങ്ങേ ഞാൻ ആരാധിക്കും. തുറന്ന് പ്രാർത്ഥിക്കട്ടെ. അഭിഷേകത്തെ തരുന്നവനെ ദൂരെ അങ്ങേ ഞാൻ ശരീരത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകട്ടെ. വീടുകളിൽ നിന്ന് വിട്ടുപോകട്ടെ. ഹല്ലേലൂയ 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 ആമേൻ. ചേർന്ന് പാടാം. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. സ്തുതിക്കുന്ന കരങ്ങൾ ഉയർത്തി ആരാധന 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 ആരാധന. ഹല്ലേലൂയ ആരാധന. ഞങ്ങളുടെ തിരു സാന്നിധ്യം വെളിപ്പെടുത്തണമേ. എന്നല്ലാതെ വേറെ ആരും ഞങ്ങളെ സഹായിക്കും. ഞങ്ങളുടെ നൊമ്പരങ്ങളും വേദനകളും ദുഃഖങ്ങളും കണ്ണുനീരും തകർച്ചകളും മനസ്സിൻ്റെ മുറിവുകളും മാനസിക പീഡകളും ദുഃഖങ്ങളും തകർച്ചകളും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ, ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, കരുണയുണ്ടാകണമേ, കരുണയുണ്ടാകണമേ, കരുണയുണ്ടാകണമേ. ഈശോയേ, കരുണയുണ്ടാകണമേ, കരുണ കാണിക്കണം ഈശോയേ. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. കർത്താവേ, വൈകരുതേ. സൗഖ്യവും നീയേ, വൈകരുതേ. വിടുതലും നീയേ, എല്ലാ മക്കളുടെയും കാര്യത്തിൽ ഞാൻ ആരാധിക്കും. ഇന്ന് എല്ലാ മക്കളും ഇടപെടുന്നതിന് നന്ദി പറയുന്നു. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. സകല ബന്ധനങ്ങളും പൊട്ടിച്ചെറിയണം ഈശോ. സൗഖ്യവും നീയേ, വിടുതലും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. എന്നേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ ഹല്ലേലൂയ